എല്ലാവർക്കും നമസ്കാരം. എൻ്റർടൈൻമെൻറ്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി റിയാക്ഷനാണ്. നമ്മുടെ വയനാട് നടന്ന ദുരന്തം അതിപ്പോഴും നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ വേദനയിലും നമുക്ക് ആകെ ആശ്വാസം ചിലർ മുന്നോട്ട് വന്ന് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുമ്പോഴാണ്. ഒരുപാട് ആൾക്കാർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പലതും ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്, ഭയങ്കര ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിനെ വിമർശിക്കുന്നവരും ഒരു ഭാഗത്തുണ്ട്. അതായത് അത് ഒരാളോടൊന്നല്ല കേട്ടോ, എല്ലാവരും എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും അതിൻ്റെ അടിയിൽ വന്നിട്ട് അത്രയ്ക്കും മോശമായിട്ട് കമന്റുകൾ ഇടുന്ന ആൾക്കാർ, ഇവരുടെയൊക്കെ ഒരു ചിന്താഗതിയാണ് കേട്ടോ എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ പോകുന്നത്. ഇങ്ങനെ ഈ സമയത്ത് സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാണ്ട് എങ്ങനെ ഈ രീതി ചിന്തിക്കാൻ പറ്റുന്നു എന്നാണ് നമ്മൾ ഓർത്തു പോകുന്നത് കേട്ടോ പല സമയങ്ങളിലും. ഇപ്പോൾ ഇന്നലെ ലാലേട്ടൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആളുടെ പട്ടാള വേഷത്തിലാണ് അവിടെ വന്നത്. അതായത് ലെഫ്റ്റനന്റ് കേണലാണല്ലോ. അതെ. അപ്പോൾ ആ ലുക്കിലാണ് ആൾ അവിടെ വന്നത്. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട് ചിലർ. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ആരാണോ മുന്നോട്ട് വന്നിട്ട് ഒരു സമാധാനത്തിൻ്റെ വാക്കോ അല്ലെങ്കിൽ ഒരു തരി മണ്ണോ, ഇനി ഒരു രൂപയാണെങ്കിൽ ഒരു രൂപയെങ്കിലും കൊടുത്ത് അവരെ സഹായിക്കാനായിട്ട് ആ ഒരു ലക്ഷ്യത്തോടെ വരുന്ന ആരായാലും ഞങ്ങൾക്ക് വിമർശിക്കാൻ തോന്നാറില്ല. സത്യമായിട്ടും. അതായത് അവർ എങ്ങനെ അവിടെ വന്നു, അവരവിടെ എന്തിനു വന്നു, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ചോദിക്കാനില്ല. അവർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് അവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഞങ്ങൾ അവരെ സ്വീകരിക്കും, ഞങ്ങൾ അവരെ അംഗീകരിക്കും. തീർച്ചയായിട്ടും അത് അംഗീകരിക്കുക തന്നെ വേണം. അല്ലാണ്ട് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഈ കുറ്റം പറയുന്ന സമയത്ത് നമ്മളെ കൊണ്ട് അവിടെ ചെല്ലാൻ പറ്റിയിട്ടില്ല. നമ്മളെ കൊണ്ട് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ അവിടെ ചെന്നിട്ടില്ല, അവരെ ഒന്ന് സഹായിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർ വെറുതെ ഇരുന്നിട്ട് ചെയ്യുന്ന ആൾക്കാരെ പോലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിൻ്റെ കാര്യമാണ്? ഭയങ്കര കഷ്ടം തന്നെയാണ്. നമുക്ക് ഭയങ്കര വിഷമം. ഇപ്പൊ ലാലേട്ടന്റെ വിഷയമാണല്ലോ നമ്മൾ പറയുന്നത്. ഭയങ്കര വിമർശനമായിരുന്നു. മമ്മൂക്ക ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് അവരുടെ സംഭാവനകളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ലാലേട്ടൻ എവിടെ, ലാലേട്ടൻ കൊടുക്കുന്നില്ല, ലാലേട്ടൻ വന്നില്ല എന്നൊക്കെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോ ഇത് ഇങ്ങേരിപ്പോ എന്തിനാ ഈ ലുക്കിൽ ഇവിടെ വന്നത്? ആളുടെ ബറ്റാലിയനാണ് അവിടെ പണിയെടുക്കുന്നത്, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ആളുടെ ബറ്റാലിയനാണ്. അപ്പോൾ അവരുടെ അടുത്തോട്ട് വന്നു, അത് ഈ സ്ഥലങ്ങൾ മൊത്തം പോയി സന്ദർശിച്ചു, എന്നിട്ട് ആ ആൾക്ക് കൊടുക്കാൻ പറ്റുന്നത് എല്ലാം ആൾ കൊടുക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അഭിപ്രായം വളരെ നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക്. പിന്നെന്താ, കാരണം ഇങ്ങനത്തെ സാഹചര്യങ്ങളിലല്ലേ ഇങ്ങനെ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. ഇപ്പോഴാണ് ഇനിയിപ്പോൾ എന്തിനാണ് ലാലേട്ടനെ ഈ ലെഫ്റ്റനന്റ് കേണൽ കൊടുത്ത് ഇങ്ങനെ ആദരിച്ചതെന്നറിയോ? അതായത് യുവാക്കൾക്ക് കൂടുതൽ പ്രചോദനമാവാൻ, ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ആ ഒരു സമയത്തല്ലേ ഇങ്ങനെ വരേണ്ടത്. ഇങ്ങനത്തെ ഒരു ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ ഒരു ടീം തന്നെ പ്രവർത്തിച്ച് നമുക്ക് എപ്പോഴും ഇന്ത്യൻ ആർമി എന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനം കിട്ടുന്ന ഒരു നിമിഷം എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ ദുരന്ത സമയങ്ങളിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ആ സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രചോദനം ഉൾക്കൊണ്ട് യുവാക്കൾ മുന്നോട്ട് വരിക എന്നുള്ളതിനുള്ള ആശയം അതിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഇന്നലെ ഇന്ത്യൻ ആർമി ഷെയർ ചെയ്ത ഒരു കത്തുണ്ട്, അതൊരു 3 വയസ്സുകാരൻ്റെ ലെറ്റർ. അത് കണ്ടായിരുന്നോ? ആള് ചെയ്തിരിക്കുന്നതാണ്, ഊണും ഉറക്കമോ വെച്ച് വെറും ബിസ്ക്കറ്റും വെള്ളവും വെച്ചിട്ട് നമ്മുടെ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന കണ്ടിട്ട് ആള് പറഞ്ഞേക്കുന്ന സംഭവം ലാസ്റ്റ് പറയുന്ന ഇതാണ്: ഞാനും വളർന്നു വലുതായിട്ട് ഒരു പട്ടാളക്കാരനായിട്ട് നാടിനെ സേവിക്കുന്നു. അതായത് ഒരു 3 വയസ്സ് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളുടെ ഉള്ളിൽ പോലും ആ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുകയാണ്. അത് ഇൻസ്പയർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ പദവികളൊക്കെ കൊടുത്തിട്ടുള്ളത്. അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആൾ അങ്ങനെ തന്നെയല്ലേ വരേണ്ടത്. അവിടെ ഒരാൾക്കും ഒരു എന്താ പറയുക, എന്തെങ്കിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ ഒരു സാധനം അവിടെ സംഭവിച്ചിട്ടില്ല. ആളുടെ ഇതിൽ വന്നു, അവിടെ കണ്ടു, ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു പോയി. ശരിയാണ്. ആള് തുടക്കത്തിലുള്ള 2 ദിവസം ഉണ്ടല്ലോ, ആ സമയത്താണെങ്കിൽ ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടായി മാറും. അതെ. അത് കഴിഞ്ഞിട്ടല്ലേ അവിടെ പോയത്. അതായത് തെരച്ചിലൊക്കെ ഇനിയിപ്പോൾ അവിടെ അത്രത്തോളം ഭയങ്കരമായ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. അവിടെ ഉള്ളവർക്ക് പോലും അറിയാം. അതെ, മലയാളികൾ പൊട്ടന്മാരൊന്നുമല്ല. പിന്നെ വേറൊരു സത്യം പറയട്ടെ, ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ ലുക്കിൽ വന്നാലും എങ്ങനെ വന്നാലും ഈ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഇതേ അഭിപ്രായം പറയും, ഇത് തന്നെ ആയിരിക്കും. ഇവരൊന്നും വായടയ്ക്കാൻ പറ്റില്ല. കാരണം
നമുക്കറിയാം ഇതിനു മുന്നേ ഈ ഒരു 2-3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ഓരോരുത്തർ അത്രയും ആത്മാർത്ഥതയോടെയാണ് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ ചെയ്യാം എന്ന് പറയുന്നത്. അതിനകത്ത് വരെ വന്നിട്ട് പറയുന്ന വർത്താനം പറയുന്ന ആൾക്കാരെ അവരെയൊക്കെ കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ട് നാട്ടുകാർ. എന്നാൽ പോലും നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, ഭയങ്കര മനസാക്ഷി അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിന് എങ്ങനെ വന്നാലും. എന്തെങ്കിലും അവിടെ കിട്ടട്ടെ എന്ന് കരുതി നിൽക്കുന്ന ആൾക്കാരാണ് കുറച്ച് ആൾക്കാരുള്ളത്. അതെ, അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വേദന തരരുത്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ചിലരുണ്ട്, അതായത് ഇവർ ഇത്ര കൊടുത്തു, അതിൽ നിന്ന് കൂടുതൽ മറ്റേ ആൾ കൊടുത്തു എന്ന് പറഞ്ഞ് അതിനെ കമ്പയർ ചെയ്ത് അതൊരു ഫാൻ ഫൈറ്റ് ആക്കുന്നത് എന്ത് കഷ്ടമാണ്. നിങ്ങൾ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കൊടുക്കട്ടെ, അടുത്ത ആളും കൊടുക്കുന്നുണ്ട്, അത് അത്രേ ഉള്ളൂ. അത് ഇത്ര കൂടുതൽ അവർ കൊടുത്തു, അതുകൊണ്ട് അയാളോട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കണത്? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പാടില്ല കേട്ടോ. ശരിക്കും ഇത് ഏത് സമയത്ത് ആർക്കാ വരികയെന്നോ എന്താ സംഭവിക്കാന്ന് പോലും പറയാൻ പറ്റാത്ത കാര്യമാണ്. സിനിമയിൽ അതൊരു എന്റർടൈൻമെന്റ് രീതിയിൽ അവർ തമ്മിൽ ഫാൻ ഫൈറ്റ് ചെയ്യുന്നത് പോലെ അല്ല, അവരുടെ ചാനലിനെ വെച്ചിട്ട് ഫാൻ ഫൈറ്റ് ചെയ്യുന്നത് പോലെ അല്ല ഇത്. അവർ ഇത്ര കൊടുത്തു, ഇവരെന്തുകൊണ്ട് അത്ര കൊടുത്തില്ല, അത് എന്തൊക്കെ ചർച്ചകളിലേക്ക് പോകുന്നതെന്ന് അറിയോ? എന്തിന്റെ ആവശ്യം? ഇതിപ്പോൾ അവിടെയുള്ള അത് അനുഭവിച്ചവർക്കേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. മാത്രമല്ല നമ്മൾ മലയാളികളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ. ഇത് എന്നിട്ട് അതിന് ശേഷം ഇത് വേറെ ലെവലിലേക്ക് പോകുന്ന ഒരവസ്ഥ പാടില്ല. ഫൈറ്റ് വേറെ ലെവലിലേക്ക് പോകരുത്. അത് മാത്രമല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആരെയും പിന്തിരിപ്പിക്കാനുള്ള പരിപാടി പിന്തിരിപ്പിക്കരുത്. അവർ നല്ലത് ചെയ്തോട്ടെ. പിന്നെ എന്താണെന്ന് അറിയോ, ഇതിനകത്ത് പല ആൾക്കാരും പറയണ കേട്ടതാണ്, അതായത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കൊടുത്തിട്ട് അങ്ങ് പോകും. പക്ഷേ ഇതൊന്നും അല്ല. ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഒരു കാലഘട്ടം ചിലപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടി വരും. ഇവരെല്ലാവരും ഒന്ന് സ്റ്റേബിളായിട്ട് വരണത്. കാരണം അല്ലാതെ ഇപ്പൊ കൊണ്ടുപോയിട്ട് ഈ 10 ദിവസത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പോകുന്നതല്ല. എത്രയോ 400 ചില്ലാൻ കുടുംബങ്ങളാണ് പോയിട്ടുള്ളത്. അത്രയും പേർക്ക് വീടും വെച്ച് അതിനുള്ള സ്ഥലം കണ്ടുപിടിച്ച് വീട് വെച്ച് വരുമ്പോഴേക്ക് എത്ര കാലതാമസം എടുക്കും എന്നുള്ളത് ചിന്തിക്കണം. അത് മാത്രല്ല, എല്ലാവർക്കും ഒരേ പരിഗണന കിട്ടണം. പിന്നെ ഇപ്പോൾ ചിലരൊക്കെ ഉണ്ട്, അതായത് ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന രീതി, അത് ഭയങ്കര തെറ്റായ കാര്യമാണ്. എല്ലാം ഏകോപിപ്പിച്ച് ഒരേ രീതിയിൽ ചെയ്യണം എന്നുള്ളത് ചിന്തിക്കണം. അതന്നെ, തീർച്ചയായിട്ടും. അത് അല്ലെങ്കിൽ അത് ഒരാളോട് ചെയ്യുന്ന ഒരു അനീതി തന്നെയായിരിക്കും. പിന്നെ ഇതിപ്പം സത്യമാണ്, ചിലപ്പം പൈസ കൂടുതലുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരിക്കാം, പൈസ ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം അതിനകത്ത്. പക്ഷെ ഇനിയുള്ള അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റൂല. കാരണം അവരുടെ സ്ഥലവും വീടും ഒക്കെ പോയത് തന്നെയാണ്. ഇനി എല്ലാവരും ഒരേപോലെ തന്നെയാണ്, എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ തന്നെയാണ്. ആ രീതിയിൽ തന്നെ എല്ലാവർക്കും ഒരേ പരിഗണന കൊടുത്തിട്ട് വേണം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പം ഈ 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 15 ദിവസം ഈ സംഭാവന കൊടുത്തുകൊണ്ട് തീരുന്നതല്ല, ഇനിയും കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒറ്റയടിക്ക് ഇവർ കൊണ്ടേ കൊടുക്കുന്നു, ഇനി അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അടുത്ത ഘട്ടം അവർ കൊടുത്തേക്കാം. ഇതെന്താ അറിയോ, ഇത് ഈ രീതിയിൽ ഒരു വിദ്വേഷ പ്രചരണം മുന്നോട്ട് പോയാൽ പിന്നീട് കൊടുക്കാനുള്ള താല്പര്യം ഉണ്ടല്ലോ, ആ മനസ്സും കൂടി അതില്ലാതാവും. അത് താല്പര്യമുള്ളവരുണ്ടാവും വേറെ, അവർക്ക് പോലും ഈ ഒരു ഇതില് പിന്നെ ഇതിന് പ്രാധാന്യം കുറഞ്ഞു പോയിട്ട് വേറെ രീതിയിലേക്ക് ശ്രദ്ധ പോകും. അതാണ് പ്രശ്നം. അതെ, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യരുത്, അത്രേ ഉള്ളൂ. എന്തായാലും പോവാ. എന്തായാലും ഇത്രയും പറയണമെന്ന് തോന്നി. കാരണം അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോഴാണ് കേട്ടോ ഇത് പറഞ്ഞു പോകുന്നത്. അപ്പം എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.